ചിലപ്പം കിടന്ന കട്ടിലെ തന്നെ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ, മോളെ എന്ന് വിളിക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ആ കുട്ടി ഇങ്ങനെ ഭയങ്കര എന്ത് ചെയ്തു, കർക്കശായിട്ട് എന്തോ പെരുമാറി കഴിഞ്ഞപ്പോൾ ആ വലിയ ഒരേ ഒത്തിരിപ്പായിരുന്നാ പറയുന്നത്. അതായത് മറ്റാരെക്കാളും നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന 2-3 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ വല്യമ്മ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ആ ഉമ്മന്റെ കണ്ണിൽ ഇന്നെ കണ്ടപ്പോൾ, അതായത് സാറേന്ന് വിളിച്ചപ്പോൾ ആ വല്യമ്മന്റെ കണ്ണിൽ മനസ്സിലായിട്ടുണ്ട് ഇത് മോളെ സാറാണ്. മക്കളെ, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും തല്ല് കൂടുന്നത്. ഞാനിങ്ങനെ ഈ അടുത്തൊരു പാരന്റ്സ് മീറ്റിംഗ് പോയപ്പോൾ കേട്ടൊരു കാര്യം, അതായത് മൊബൈൽ ഫോൺ കൊടുക്കാത്തപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ രണ്ടാളങ്ങനെ വിളിച്ചു. ഒരു പാരന്റ്സ് മീറ്റിംഗ് ആണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവർ രണ്ടാൾ, അതായത് ഉമ്മയും വിളിച്ചു, അതുപോലെ തന്നെ ആ കുട്ടിയെ വിളിച്ചു. കുട്ടിയെ വിളിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട്, എന്നോടല്ല ചൂടാവുന്നത്, പിന്നെ വീട്ടിലൊരു പ്രായമായ വല്യമ്മ എന്ന് പറയും. അതായത് വല്യമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നല്ലെങ്കിൽ ഉപ്പന്റെ ഉമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഉമ്മന്റെ ഉമ്മ ആയിരിക്കാം. ഇതിൽ ആരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വല്യമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ വല്യമ്മയോട് ചൂടാവുന്നുണ്ട്. ഒരു ദിവസം ആ കുട്ടി ഇങ്ങനെ വരുമ്പോ വല്യമ്മ ഇങ്ങനെ എന്തോ ഫോൺ എടുത്തിരുന്നോ വഴക്ക് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ ഭയങ്കര എന്തോ ചെയ്തു, കർക്കശായിട്ട് എന്തോ പെരുമാറി കഴിഞ്ഞപ്പോ ആ വല്യമ്മ ഒരേ ഒറ്റിരിപ്പായിരുന്നാ പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അമ്മ അങ്ങനെ പറയുന്നുണ്ട്, ആ വല്യമ്മയെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ, ആ വല്യമ്മയെ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റങ്ങളായിരിക്കാം, കുറവുകളായിരിക്കാം, എന്തായാലും ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് വല്യമ്മ എന്ന് പറയുന്നത്. പക്ഷെ അന്നത്തെ ദിവസം, അതായത് ആ മകൾ ഇങ്ങനെ എന്തൊക്കെയോ കർക്കശായിട്ട് എന്നോട് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, എന്തായാലും മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തോ കാര്യമാണ് അവിടെ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ. കാരണം പ്രായമായവരാണ്, അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവരുടെ നാവ് ഇങ്ങനെ അടങ്ങിക്കൊണ്ടിരിക്കില്ല. അതങ്ങനെയാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്റെ പെങ്ങളെ കുട്ടിയുടെ ചെറിയ കുട്ടിയെ, ആ കുട്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. ചിലപ്പോൾ നമ്മൾ കാര്യ ഗൗരവത്തിൽ എന്തെങ്കിലും അത്രക്കും ടെൻഷനായി നിൽക്കുന്ന സമയമായിരിക്കും. പക്ഷെ എന്നാലും എന്തായിരിക്കും, പെങ്ങളെ കുട്ടി ഇങ്ങനെ വന്നിട്ട് പിന്നെ ബോസേ ബോസ് എന്നൊക്കെ വിളിക്കില്ല. അപ്പൊ ബോസേ ബോസ് എന്നൊക്കെ പറഞ്ഞോട് ഒച്ച ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ വിളിക്കും. നമുക്ക് വേണമെങ്കിൽ അവരോട് ചൂടാവും അല്ലെ? പക്ഷെ ചൂടായിട്ട് എന്ത് കാര്യം, അവർക്ക് ബോധമില്ലാത്ത പ്രായമല്ല അത്. അതേപോലെ തന്നെയാണ് ഈ പ്രായമായ ആൾക്കാരും. അതായത് ഇങ്ങനെ പ്രായം കൂടുന്തോറും ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ ആരൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, കൂടുതൽ കാലമൊന്നും ഇവര് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അതായത് നമ്മളിങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ ഫോൺ എടുത്തതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ പിന്നിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കുത്തുവാക്ക് പോലെ പറഞ്ഞപ്പോ നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ വന്നില്ലേ? അങ്ങനെ ഇറിറ്റേഷൻ ആവാൻ കൂടുതൽ കാലം അവർ നമ്മുടെ കാലിൽ കൂടെ ഇല്ല. അങ്ങനെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇവര്, അതായത് ഞാൻ ഈ പാരന്റ്സ് മീറ്റിംഗിന്റെ ഒരു സ്ഥലത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിന്റെ അവിടെ ഈ പറയുന്ന വല്യമ്മയും അതേ ഉമ്മയും ഞാൻ ഇങ്ങനെ കണ്ടു. ആ വല്യമ്മ ഇങ്ങനെ കണ്ടപ്പോ ഉമ്മ പറയുന്നുണ്ട്, ആ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ വല്യമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വല്യമ്മ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ, അതായത് ആ കുട്ടിയുടെ പേര് ഞാൻ അവിടെ പറയുന്നില്ല, ആ മോള് പഠിക്കലുണ്ടോ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഉമ്മന്റെ കണ്ണിൽ ഇന്നെ കണ്ടപ്പോ, അതായത് സാറേന്ന് വിളിച്ചപ്പോ ആ വല്യമ്മന്റെ കണ്ണിൽ മനസ്സിലായിട്ടുണ്ട് ഇത് മോളെ സാറാണ്, അല്ലെങ്കിൽ മോൾ എന്തൊക്കെയോ ആണ്, പഠിക്കലുണ്ടോ, നല്ലോണം നോക്കണേ, ഞങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ഏത് പ്രായം നോക്കണടാ, എനിക്ക് വയസ്സറിയില്ല, പക്ഷെ എന്നാലും നല്ല പ്രായമായിട്ടുണ്ട്. ആ ഉമ്മ, ആ വല്യമ്മയാണ് പറയുന്നത് മോളെ നന്നായിട്ട് നോക്കണേ. ആരെ? അതായത് തിരിച്ചെന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ പോയ ആ ചെറിയ പേരക്കുട്ടി എന്നൊക്കെ പറയും. അതായത് ആ 10ൽ പഠിക്കുന്ന ആ കുട്ടിയെ പറ്റി പറയും, നന്നായിട്ട് നോക്കണേ, ഞങ്ങൾക്കേ പഠിക്കാൻ കഴിഞ്ഞില്ല, അവളെ പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ ഈ കഥ ഇങ്ങനെ കൺവേർട്ട് ചെയ്യട്ടെ. അതായത് ദിവസങ്ങളോളം നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റാരെക്കാളും നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന 2-3 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മളെ വല്യമ്മ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതായത് ഉമ്മന്റെ അമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഉപ്പന്റെ അമ്മ ആയിരിക്കാം. നിങ്ങൾക്ക് അതുപോലെയൊക്കെ ഉണ്ടായിരിക്കാം ആരെങ്കിലൊക്കെ അല്ലെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മക്കളെ അവരെ ഭയങ്കര ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ഈ ദേഷ്യപ്പെടാൻ കൂടുതൽ കാലം ഇവര് നമ്മളെ കൂടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം. അതായത് കുറച്ചുകൂടി ഒരു മാക്സിമം പോലെ ഒരു 5-6 കൊല്ലം, അല്ലെങ്കിൽ മാക്സിമം ഒരു 10 കൊല്ലം, ഇതിലപ്പുറത്തേക്ക് ഇവരും നമ്മളും തമ്മിലുള്ള അങ്ങനെ അകൽച്ച അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിലേക്ക് കട്ടിൽ പിന്നെ കിടപ്പിലായിരിക്കും, പ്രായമാവുമ്പോൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, ചിലപ്പം കിടന്ന കട്ടിലെ തന്നെ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ, മോളെ എന്ന് വിളിക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ചെയ്യുക. നിങ്ങളുടെ വല്യമ്മ നിങ്ങളുടെ ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും, ചിലപ്പോൾ ഉമ്മയേക്കാളും ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും ഇങ്ങനെ നമ്മളല്ലേ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ. എന്തായാലും അവരുടെ സ്വപ്നങ്ങളായിരിക്കും നിങ്ങളൊക്കെ. നിങ്ങളുടെ സ്വപ്നത്തിനൊപ്പം അവർക്ക് ഓടി നടക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ എന്തായാലും ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, അടിപൊളിയാക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. താങ്ക് യു.